കാലവർഷം വരുമ്പോഴത്തേക്ക് ഓരോ വീടും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വേണ്ടി ഓരോ ഓഫീസിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന കൈവശ രേഖയുണ്ടോ പട്ടയമുണ്ടോ. ഈ ഉണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ആരും നമുക്ക് തരുന്നതല്ല. കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയത് എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ട് ഈ ഒരു സമ്പത്ത് കൂടി. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീതി കിട്ടിയാൽ വലിയ ഉപകാരം. അടുത്തിടെ കൊല്ലം കളക്ട്രേറ്റിന് സമീപം ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് വീടുകൾക്ക് തീപിടിച്ച കൈക്കുളങ്ങര 49-ാം ഡിവിഷനിലെ 32 കുടുംബങ്ങളും ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നു. 50 വർഷത്തിൽ കൂടുതലായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് പട്ടയം നൽകിയിട്ടില്ലെന്നും അതിനാലാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നതെന്നും ഇവിടുത്തെ താമസക്കാർ പറയുന്നു. തീപിടുത്തം ഉണ്ടായതോടെ കോർപ്പറേഷന്റെ പകൽ വീട്ടിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെയും അധികം താമസിക്കാൻ സാധിക്കില്ലെന്നും തീപിടുത്തമുണ്ടായ വീട്ടിലെ താമസക്കാരൻ പറയുന്നു. ഞങ്ങളെ അച്ഛന്മാരുടെയൊക്കെ ഒരു തലമുറയായിരുന്നു ഇവിടെ ഈ കുടിൽ ഇങ്ങനെ കെട്ടി താമസിച്ച് വന്നത്. ഏകദേശം 50 കൊല്ലത്തോളം ആയിപ്പം. അവർ കയറി ഇറങ്ങാത്ത പല ഓഫീസുകളും ഇല്ല. പല മന്ത്രിമാരുടെയും പല MLA-മാരുടെയും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, എല്ലാ ഭാഗങ്ങളും കോർപ്പറേഷൻ ഉൾപ്പെടെ കയറി ഇറങ്ങി. അവിടെ ഒന്നും അവർക്ക് നീതിയും കിട്ടിയില്ല. ഇപ്പോഴും പല ഭാഗങ്ങളിൽ ഇതിൻ്റെ എല്ലാ പേപ്പറും കിടപ്പുണ്ട്. എന്നാൽ ഇപ്പോൾ ഓരോ കാലവർഷം വരുമ്പം ഈ 32 കുടുംബങ്ങൾക്ക് ഓരോ നഷ്ടങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനെ നഷ്ടത്തിന് വേണ്ടി ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ താമസിക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനിൽ പോലും അറിയുന്നില്ല. എന്നാൽ ഈ നഷ്ടങ്ങൾ മൊത്തം കൂലിപ്പണി ചെയ്താണ് ഈ വീട് പിന്നെയും നമ്മൾ പുനരനുഭവിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും വോട്ട് ചോദിക്കുന്ന സമയമാകുമ്പം എല്ലാ പാർട്ടിക്കാരും ഞാൻ പാർട്ടിക്കാരാണ്, ഇദ്ദേഹം പാർട്ടി, എല്ലാവരും പാർട്ടിക്കാരാണ്. എല്ലാവരും ഒരുമിച്ചുള്ള തീരുമാനം ഇതാണ്. 32 കുടുംബങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണിത്. വോട്ട് ബഹിഷ്കരിക്കുക. അന്ന് ഇവിടെ കഞ്ഞി വെക്കും. അന്ന് വരുന്ന MLA ആയാലും MP ആയാലും മന്ത്രിമാരായാലും ഈ 32 കുടുംബങ്ങൾക്ക് എന്ത് നീതിയാണ് തരാനുള്ളത്? കൂടാതെ ഈ 3 വീട്ടുകൾക്ക് ഇപ്പോൾ കോർപ്പറേഷൻ പകൽ ബില്ലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറി കൊടുക്കണമെന്ന്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഈ തീപിടുത്തം ഉണ്ടായ 3 കുടുംബങ്ങളാണ്. അത് എൻ്റെ ഉൾപ്പെടെ എൻ്റെ ഇദ്ദേഹത്തിൻ്റെയും ഈ വീട് കിടക്കുന്നവരും ഞങ്ങൾ അവിടെ നിന്ന് മാറി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് കോർപ്പറേഷനോ അല്ലെങ്കിൽ ഇതിന് മേലെ അധികാരികളോ പറയുക. അല്ല, ഞങ്ങൾക്കൊരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ വേറെ വകയില്ല. ഞങ്ങൾ 6 വയസ്സുള്ള കുഞ്ഞു തൊട്ട് വികലാംഗൻ വരെ അവിടെ കിടപ്പുണ്ട്, പകൽ വീട്ടിൽ കിടപ്പുണ്ട്. നമ്മളെ അടുത്തടുത്ത വീട് 3 പോയി. എനിക്ക് ഒരു പ്രായപൂർത്തിയുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു മോനും അതുപോലുണ്ട്. ഞങ്ങൾക്ക് എവിടെ പോകണം എന്ന് ഇപ്പോൾ അവർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് മാറണം, പകൽ വീട്ടിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു. അത് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നമ്മൾ ഇന്നൊരു തീരുമാനം കൊടുത്തായിരുന്നു, അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ തന്നെ ഒരാലോചനയാണ്, നമുക്ക് എന്താ ഞങ്ങളെവിടെ പോവും എന്നുള്ളൊരു കാര്യം. ഇത് പുറംപോക്ക് സ്ഥലമാണ്. 50 വർഷമായിട്ട് ഞങ്ങളിവിടെ കിടക്കുന്നത്. നമുക്കൊരു സ്വന്തമായിട്ടൊരു വസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അതില്ലാതെ നമ്മളവിടെ പോവും. ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങോട്ടെങ്കിലും പോവാം. പക്ഷേ ഇല്ലാത്തൊരു കാര്യം, നമ്മളിപ്പോൾ പകൽ വീട്ടിൽ നമ്മളെ താമസിച്ചിട്ട് ഞങ്ങളവിടെ പോകാനാ?